കേരളത്തില് അട്ടിമറി സാധ്യതയുള്ള 5 മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കാം? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തില് ഉം. ഞാൻ പറവൂര് പോയിട്ടില്ല. പക്ഷെ പറവൂര് ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കാം നമുക്ക്. ഈ സതീശൻ തോക്കും. ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. പക്ഷെ സതീശൻ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ അവിടെ സതീഷിനെതിരായിട്ട് വളരെ ശക്തമായ അടിയൊഴുക്കുകളുണ്ട്. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെയുള്ള ക്രൈസ്തവ സമുദായക്കാര്, മുനമ്പത്തുള്ള ക്രൈസ്തവ സമുദായക്കാര് മൊത്തം സതീഷിനെതിരായിട്ടേ വോട്ട് ചെയ്യുള്ളൂ. കാരണം ഈ വഖഫ് പ്രശ്നം വന്ന് അവിടുത്തെ ആൾക്കാരുടെ പള്ളിയും പിന്നെ വീടുകളെല്ലാം പൊളിച്ചുകൊണ്ട് പോകുന്നുള്ള ഇത് വന്നപ്പോൾ, ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സതീഷ് അവർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് BJP ആണ് അവരുടെ കൂടെ നിന്നത്. ഞാൻ അവിടെ പോയിരുന്നു മുനമ്പത്ത് ആ സമരം നടക്കുമ്പോഴൊക്കെ. അപ്പോൾ അയാളോടുള്ള ദേഷ്യം, ആ രോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഹിന്ദുക്കളല്ല അവിടെ കൂടുതലുള്ള, അവിടെയുള്ള മുഴുവൻ ക്രൈസ്തവരാണ്, ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അവർ മൊത്തം അയാൾക്കെതിരായിട്ടേ വോട്ട് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ പറവൂര് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് മുൻപന്തിയിൽ നിന്നത് ഈ മുനമ്പത്തെ ജനങ്ങളാണ്. അപ്പോൾ അവരുടെ ആ രോഷം പ്രതിഫലിക്കാതിരിക്കില്ല. സ്വന്തം 10, 40, 50 വർഷമായിട്ട് അല്ലെങ്കിൽ 60 വർഷമായിട്ട് നികുതി അടച്ച് കരവും കൊടുത്ത് അവിടെ കഴിയുന്ന ആൾക്കാരുടെ വീടുകളിലാണ് ഈ ഏതോ ഒരു നാട്ടിലുള്ള ഒരു വഖഫ് നിയമം പറഞ്ഞുകൊണ്ട് ഈ അവരുടെ മെക്കെട്ട് കയറാൻ ചെന്ന് ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്താ പറയുന്നത്, അവരെ സഹായിക്കാമായിരുന്നു, അവരെ ആശ്വസിപ്പിക്കാമായിരുന്നു. അതൊന്നുമില്ലാണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് സതീഷിന് എന്തൊക്കെയാ വിളിച്ചു പറയും. ജമാഅത്തെ ഇസ്ലാമി സെക്കുലർ സംഘടനയാണ്, മതേതര സംഘടനയാണ്, ഇവിടുത്തെ ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും, ഹിന്ദു ആയിട്ടുള്ള ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഒരു ചഞ്ചലിപ്പുണ്ടാവും. അപ്പം അതുകൊണ്ട് പറവൂര് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ജനരോഷം നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസ്സുകാർ പക്ഷെ പൊതുവെ ഹൈന്ദവ വിരുദ്ധരാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഹിന്ദുക്കളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന പിണറായി വിജയനൊക്കെ കാര്യം എന്താണ്, ഹിന്ദുക്കളോട് പരസ്യമായിട്ട് വികാരം പ്രകടിപ്പിക്കുമെങ്കിലും രഹസ്യമായിട്ട് അദ്ദേഹത്തിന് ഹിന്ദുക്കളോട് വലിയ താല്പര്യം, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് രഹസ്യമായിട്ട് ഹിന്ദുക്കളെയൊക്കെ. അത് നമ്മൾ അദ്ദേഹം പക്ഷെ പുറത്തിറങ്ങി പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അദ്ദേഹം ഈ മതേതരന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത് അവിടെയാണോ മിസ്റ്റർ കൃഷ്ണൻ ഇരിക്കണേന്നൊക്കെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് ചോദിച്ചില്ലേ, മിസ്റ്റർ കൃഷ്ണൻ ഇരിക്കണമെന്നൊക്കെ. ചുമ്മാ നാടകം ചോദിച്ചാൽ നാടകം കളിക്കുന്നതൊക്കെ. പിന്നെ വേറൊന്ന് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും നല്ല ഒരു എന്താ ജനവികാരമുണ്ട്. എനിക്ക് രമേശ് ചെന്നിത്തല ജയിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ജയിക്കില്ല എന്നാണ് പറയുന്നത് അവിടെ ഉള്ളവർ മുഴുവനും, ഞാൻ ബന്ധപ്പെട്ടവരൊക്കെ പറയണം. സന്ദീപ് വാചസ്പതി അത്ര മോശം എതിരാളിയൊന്നുമല്ല, നല്ല ഫൈറ്ററാണ്, നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്, ചെറുപ്പക്കാരനാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ 70 വയസ്സായി. ഈ പറഞ്ഞ പോലെ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കുട്ടപ്പനായിട്ട് നടക്കണമെങ്കിൽ അദ്ദേഹത്തിന് പ്രായമായി. പിന്നെ കണ്ടു കഴിഞ്ഞാലും അറിയാം, ടി വിയിലൊക്കെ കണ്ടു കഴിയുമ്പോഴറിയാം വലിയ എന്താ പറയണ ആരോഗ്യമില്ല എന്നുള്ളവരും. അദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല പ്രശ്നങ്ങളിലും കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിരോധം ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും അവര്. പക്ഷേ ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിന് നമുക്കറിയാം വളരെ കാര്യങ്ങളൊക്കെ പഠിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. ആ നേതാവിനെ നമുക്ക് അത്ര പെട്ടെന്ന് തള്ളിക്കളയാനായിട്ട് സാധിക്കും? അല്ല, രമേശ് ചെന്നിത്തല പഠിച്ച് പറയുന്ന പോലെ തന്നെയാണല്ലോ ഈ എന്താ നമ്മുടെ അല്ല ഈ മറ്റേ പറവൂരിലെ സതീഷിനും പറയണ. പക്ഷെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. രമേശ് കുറച്ചുകൂടി എന്താ പറയണ വിനയമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തിരി നല്ല വിനയമുണ്ട്. അത് വ്യാജ വിനയമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല സ്നേഹത്തിലൊക്കെയാണ് അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്നത്. ഈ മറ്റേ ചങ്ങാതി വളരെ ദേഷ്യപ്പെട്ടൊക്കെയാണ്, അഗ്രസീവായിട്ടാണ് പലപ്പോഴും അഗ്രസീവ് എന്ന് പറഞ്ഞ ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ്.
ജനങ്ങൾ മുഴുവൻ വിവരമില്ലാത്തവരും അദ്ദേഹത്തിന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ്. നമ്മുടെ തമിഴ്നാട്ടിലൊരു കേന്ദ്രമന്ത്രി ഉണ്ടായതുള്ളൂ, ചിദംബരം എന്ന് പറയുന്നത്. ചിദംബരത്തിനൊരു ഭാവമുണ്ട്, അദ്ദേഹത്തിന് ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളൂ. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചപ്പോൾ ബുദ്ധി കൊടുക്കും, പക്ഷേ ചിദംബരത്തിന് ഒരു 10 ഗ്രാം ബുദ്ധി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, എന്നാണ് ചിദംബരം സ്വയം കരുതുന്നത്. കണ്ടിട്ടില്ലേ, അദ്ദേഹം കുണുങ്ങി കുണുങ്ങി വരുന്ന കണ്ടിട്ടില്ല, എല്ലാവരോടും പുച്ഛല്ലേ. ഈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇയാളുടെ അടുത്ത് ചെല്ലും പത്രക്കാരൊക്കെ. ഇയാൾ ചോദിക്കും, ഇതൊക്കെയാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എത്രയോ ബജറ്റ് അവതരിപ്പിച്ചോ, അത്രയും നല്ല ബജറ്റൊക്കെ ആർക്കെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഈ ചെട്ടിയാരുടെ സ്വഭാവം കുറച്ച് വിനയമില്ലാത്ത സ്വഭാവം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ഹരിപ്പാട്, പിന്നെ ഒന്ന് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തോക്കും. കടകംപള്ളിനെ പറ്റി എന്തൊക്കെയാ അഭിപ്രായങ്ങൾ കേട്ടെങ്കിൽ, രാത്രി 12 മണിക്കൊക്കെ UAE കോൺസൽ ജനറലിന്റെ ഓഫീസിൽ ചെന്ന് കാണാം, അവിടുത്തെ റോഡൊക്കെ നന്നായിട്ടുണ്ടോ, അത് ട്രാഫിക്കൊക്കെ ആ വഴിക്ക് കൃത്യമായിട്ട് പോകണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പോയത് അവിടെ. ദെൻ ആ കുട്ടി പറഞ്ഞിട്ടില്ലേ, എന്താ പറയുക, സ്വർണം കടത്ത് കേസിൽ പ്രതിയാക്കിയ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടില്ലേ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടില്ലേ അയാളെ. പോരെ, ഇത് കൂടുതലൊക്കെ വേണം, ആൾക്കാർ വോട്ട് ചെയ്യോ? എന്നിട്ട് അയാൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ അയാള് പ്രതിപക്ഷ നേതാവിന്റെ ജ്യേഷ്ഠനാണ് അയാൾ. കാണുമ്പോഴേ പേടിയാവും, എന്തോ ദുഷ്ടബുദ്ധിയാണ് അയാളുടെ മനസ്സിലുള്ളത് മുഴുവൻ. അയാളെ കണ്ടു കഴിഞ്ഞാലേ അറിയാം. ഒരു പ്ലീസിങ് എന്ന് പറയില്ല, ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇയാൾ അതൊന്നുമല്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എത്ര മാന്യനാണ് അല്ലേ. അദ്ദേഹം അങ്ങനെ ധാർഷ്ട്യത്തോടു കൂടി നോക്കാറുണ്ടോ ആരും? ദേഷ്യം വരും അദ്ദേഹത്തിന്, 82 വയസ്സായി പാവം. അദ്ദേഹം മാന്യമായിട്ടല്ലേ പെരുമാറണേ. നമ്മൾ ഒരു പരിധി വരെ ഒരു മാർക്സിസ്റ്റുകാരന് എത്രമാത്രം മാന്യതയോടുകൂടി പെരുമാറും, അത്രയും മാന്യതയോടുകൂടി അദ്ദേഹം പെരുമാറുന്നുണ്ട്. പക്ഷേ കടകംപള്ളിയൊക്കെ ഉണ്ടല്ലോ, അട്രോഷ്യസ് ക്യാരക്ടർ എന്നാ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് 3 മണ്ഡലം അതായി. വട്ടിയൂർക്കാവില് ശ്രീലേഖ ജയിക്കും. ശ്രീലേഖയ്ക്കെതിരെ ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കൊക്കെ അതറിയാം പ്രജിത. ശ്രീലേഖ വളരെ മാന്യ സ്ത്രീയാണ്. അവരെ മീഡിയ അവരെ ടാർഗറ്റ് ചെയ്യുകയാണ്, അവരെ ടാർണിഷ് ചെയ്യുകയാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. പിന്നെ അവർക്ക് നല്ലൊരു എതിരാളിനെയാണ് കിട്ടിയേക്കുന്നത്, മുരളീധരൻ. സാധ്യം എനിക്ക് തോന്നണില്ല മുരളീധരൻ ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ നിയോജക മണ്ഡലമുണ്ട്, അവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ആര് ചെന്ന് നിന്നാലും ജയിക്കുമായിരുന്നു. അവിടെ മുരളീധരൻ തോറ്റുപോയി. പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ 2019 ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ വടകരയിൽ നിന്ന് ജയിച്ചുമാണ്. അവിടെ ഒരു കോൺഗ്രസ് സ്ട്രോങ് ഹോൾഡാണ്, അതുകൊണ്ടാണ് അയാൾ ജയിച്ചത്. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ പോയിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ്, അവിടെ പോയി മിണ്ടാണ്ടിരിക്കും, അത്ര തന്നെ. 3 നേരം ഭക്ഷണം കഴിച്ച് ചുമ്മാ തിരിച്ചു വരും, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തതായിട്ട് അറിവില്ല. അപ്പൊ പിന്നെ നിയമസഭയിൽ വെറുതെ എതിരാളികളെ നിഷ്കരണം വിമർശിക്കുന്നതിലല്ലല്ലോ ഒരു സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത. ആ നിയോജക മണ്ഡലത്തിനെ പറ്റി അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെതായ ചില പദ്ധതികളും പരിപാടികളും എല്ലാം ഉണ്ടാവും. അത് നടപ്പിലാക്കാനായിട്ട് അതെങ്ങനെ നടപ്പിലാക്കും, എന്തൊക്കെയാണ് എൻ്റെ പദ്ധതികളെന്ന് പറയണം, അതൊന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് അറിവില്ല. ഇപ്പൊ കുന്നത്തനാട് നമ്മുടെ ബാബു ദിവാകരൻ 2020 ഞാൻ ആ സ്ഥാനാർത്ഥിനെ കണ്ടിട്ടില്ല, പക്ഷെ അവരൊരു ആക്ഷൻ പ്ലാൻ മുമ്പോട്ട് വെച്ചു, ബ്ലൂ പ്രിന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കുന്നത്തനാട് കോൺസ്റ്റിറ്റ്യുവൻസി. അത് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ശ്രീനിജൻ തോക്കാൻ പോണത്. അതും ഒരു അട്ടിമറി ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. അമ്പലപ്പുഴയിൽ എന്തായിരിക്കും സംഭവിക്കുക? അമ്പലപ്പുഴ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാനുള്ള അവരുടെ കേഡർ വോട്ടുകളൊക്കെ കിട്ടും. അവിടെ ഈ സുധാകരന്റെ പഴയ ശത്രുക്കള്, പഴയ വാക്കുകൾ സുധാകരന്റെ വേട്ടയാണ്. സുധാകരൻ സന്യാസിമാരെയൊക്കെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? വളരെ മോശമായിട്ടല്ലേ സുധാകരൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ. സന്യാസിമാര് അടിവസ്ത്രം ധരിക്കാറില്ല എന്നും അതുപോലുള്ള പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത വർത്തമാനമാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളതൊക്കെ. അതൊക്കെ കണ്ട് ആൾക്കാർ വോട്ട് ചെയ്യോ? പക്ഷെ സുധാകരന് UDF പിന്തുണയും നൽകി. അതുകൊണ്ട് കാര്യമുണ്ട്. UDF വേറെ കാൻഡിഡേറ്റ് അല്ല. ഈ കലക്കവെള്ളത്തിൽ ബീം പിടിക്കുക എന്ന് പറയും. UDF അതാണ് ശ്രമിക്കുന്നത്. LDF ചെയ്യാറുണ്ട്, CPM ചെയ്യാറുണ്ട്. അത്
ഇപ്പോൾ ഒരു പഴയൊരു മന്ത്രി ഉണ്ടായിരുന്നു TK ഹംസ. അയാൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ. അയാൾക്ക് ഒരു തവണ സീറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ് അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അയാളെ മാർക്സിസ്റ്റുകാർ പോയി സപ്പോർട്ട് ചെയ്തു. ആളങ്ങനെ ജയിച്ചു. അങ്ങനെ അല്ലെ ജലീലിനെ അവർ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ച അങ്ങനെയല്ലേ. അപ്പൊ അതേപോലെ ഈ ഇയാൾക്ക് പറഞ്ഞതില് പറവൂർ VD സതീശനാവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, അമ്പലപ്പുഴ G സുധാകരനാവട്ടെ, കഴക്കൂട്ടത്ത് കടകംപള്ളി ആയിക്കോട്ടെ, ഇത്രയും പേര്, വട്ടിയൂർക്കാവ് ഞാൻ പറയാത്തത് ശ്രീലേഖ ഇപ്പൊ വരുന്നതാണ്, എന്നിരുന്നാൽ പോലും മുരളീധരനാണ്. അപ്പൊ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതെല്ലാം പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തുമുള്ള ജനങ്ങൾക്കറിയാവുന്ന നേതാക്കളാണ്. ഈ പറയുന്ന പേരുകാരെല്ലാവരെയും തന്നെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്കിടയിൽ അവിടത്തുകാർക്കിടയിൽ അവർക്ക് സ്വാധീനമുള്ളതാണ്. അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് ഒരു വിരുദ്ധ വികാരം ഇവർക്കുണ്ട്. ഇവരുടെ നടപടി, അതായത് ഇവരുടെ ചെയ്തികളിൽ ജനങ്ങൾക്ക് പൂർണ്ണ നീരസമുണ്ട് എന്ന് പറയുമ്പോഴും അത് മുഴുവനും എതിർ വോട്ടായിട്ട് മാറാനുള്ള സാധ്യത നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു സാധ്യത ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ, കോൺഗ്രസ് ഒരു ഹൈന്ദവ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടി എന്ന ലേബൽ കിട്ടിക്കഴിഞ്ഞു കോൺഗ്രസിന്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കണ്ട കോൺഗ്രസ്, പക്ഷെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന, ഹിന്ദുക്കൾക്കെതിരായിട്ട് നിയമം കൊണ്ടുവരുന്ന, ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പ്രീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായും കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കടകംപള്ളിയുടെ കാര്യം പറയുമ്പോൾ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്, പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോഴും വലിയ രീതിയിൽ തന്നെയാണ് CPM അല്ലെങ്കിൽ LDF ജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അവർ മന്ത്രിസഭ വീണ്ടും രൂപീകരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം കടകംപള്ളിയെ മാറ്റി നിർത്താൻ കഴിയും? പ്രജിത കുറച്ച് പുറകോട്ട് പോയി നോക്കിയാൽ 2021 കടകംപള്ളിക്കെതിരായിട്ട് ഇത്രയും വലിയ ആരോപണം ഉണ്ടായിരുന്നോ? ഇല്ല. പോരെ, ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. നോക്കും, അവര് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ പറയണേ, ഇപ്പം 5 മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നടന്നോളണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അസസ്മെന്റ് പറഞ്ഞതാണ്. ഇതേ ജനങ്ങൾ ചിലപ്പോൾ എന്താ പറയുന്നത്, പിന്നെ നമ്മുടെ സതീഷിനെ ജയിപ്പിച്ചു എന്ന് വരും. ജനങ്ങൾക്ക് അയാളാണ് നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഐ കാൺ ഹെൽപ്പ് ദാറ്റ്. ഞാനൊരു ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് അവരർഹിക്കുന്ന നേതാവിനെ കിട്ടും. പറവൂരിലെ ജനങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് സതീഷിനെയാണെങ്കിൽ നോബഡി ക്യാൻ ഹെൽപ്പ്. അയാൾ തന്നെ കേരള മുഖ്യമന്ത്രിയായിട്ട് വരികയായിരിക്കും. അനുഭവിക്കാൻ നിവൃത്തിയുള്ളൂ. ഇന്ദിരാഗാന്ധി ആണ് ഇന്ത്യയാണ്, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? പണ്ട് ദേവകാന്ത് ബഡുവ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവസാനം 77 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാനാജി ദേശ്മുഖാണ് പറഞ്ഞു തോന്നുന്നു, ഇന്ദിരാഗാന്ധി ഈസ് നോട്ട് ഈവൻ റായ്ബറേലി. അവിടെ തോറ്റുപോയില്ല അമ്മ. പിന്നെ അവർ ജയിച്ചു, കാര്യം വേറെ. പക്ഷേ അത് ജയിച്ചതും പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേട് കൊണ്ടാണ്. അവർ തമ്മിലടിച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ അവർ തോറ്റത്. അപ്പം അതുപോലെ ഇത് ഫൈനൽ വേർഡ് ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ എന്താ ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിച്ചു എന്ന്. രമേശ് ചെന്നിത്തലയെ പറ്റി ഹരിപ്പാട്ടിലെ ചില ജനങ്ങൾക്ക് സതീശനോടുള്ള ദേഷ്യം, പറവൂരിലുള്ള ജനങ്ങൾക്കുള്ള ദേഷ്യമൊന്നും ഹരിപ്പാട്ടിൽ രമേശ് ചെന്നിത്തലയോടില്ല. മാർക്സിസ്റ്റുകാർ വരെ രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അയാൾ ജയിക്കാൻ മതി. പക്ഷേ എൻ്റെ അസസ്മെൻറ്റ്, ഞാൻ ഈ നമ്മുടെ പത്രങ്ങളൊക്കെ നോക്കും, എല്ലാ പത്രങ്ങളിലെല്ലാം നോക്കി കിട്ടിയ ഓരോ വാർത്താ ശകലങ്ങളൊക്കെ നോക്കിയിട്ട് കിട്ടിയ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ശ്രീലേഖനെ മാധ്യമങ്ങൾ കണ്ടമാനം ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ടാർണിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും. അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്റ്റോർട്ട് ചെയ്യുക, വാർത്ത വളച്ചൊടിക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അവരെ കണ്ടമാനം ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ, അവർക്ക് ഈ മാധ്യമ രംഗത്തുള്ള കുറേ പേർക്ക് ഒരു IPS ഉദ്യോഗസ്ഥയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അവരെ പോലെ മികച്ച, ഇപ്പം ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്ര പേർക്ക് IASഉം IPSഉം പോട്ടെ, PSCയുടെ ക്ലറിക്കൽ ഗ്രേഡ് പരീക്ഷ സാധാരണഗതിയിൽ എഴുതിയെടുക്കാൻ പറ്റൂല. അതിനുള്ള വിവരമൊന്നും ഇല്ല. നമുക്കറിയാവുന്നതല്ലേ കുറേ പേരെയൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ്
പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.